ഹായ്, വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. ടാൻജൻസ് എന്ന ചാപ്റ്ററിലെ പുതിയ സെക്ഷനാണ് ടാൻജൻസ് ആൻഡ് ആംഗിൾസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു സർക്കിളിലെ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്തു പോകുന്ന ലൈനാണ് ആ സർക്കിളിൻ്റെ ടാൻജൻറ്റ്. ഒരു പോയിന്റിലൂടെ അറ്റ് എ ടൈം നമുക്ക് ഒരു ടാൻജൻറ്റ് മാത്രമേ വരയ്ക്കാൻ സാധിക്കുള്ളൂ എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നും ഒരേ സമയം രണ്ട് ടാൻജൻസ് വരയ്ക്കാം. സർക്കിളിന്റെ സെന്ററിൽ നിന്നും ടാൻജന്റിൽ മീറ്റ് ചെയ്ത പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സെന്റർ ഒ എ ഓൺ ദ സർക്കിളിലെ പോയിന്റ് ആണ്, പി ഔട്ട്സൈഡിലെ പോയിന്റ് ആണ് എങ്കിൽ OA radius perpendicular to tangent PA. OA എന്ന് പറയുന്ന റേഡിയസ് PA എന്ന ടാൻജന്റുമായി പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആകുന്ന സമയത്ത് OAP എന്ന് പറയുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആവുമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. ഇതേപോലെ തന്നെ B എന്ന പോയിന്റ് ഓൺ ദ സർക്കിളിലാണ്. PA എന്ന് പറയുന്നത് സർക്കിളിന്റെ ടാൻജന്റ് ആണ് എങ്കിൽ ഓയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, അതായത് OB എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. സോ OA ഈക്വൽ ടു OB, ദാറ്റ് മീൻസ് സർക്കിളിലെ റേഡിയസ് ഈക്വൽ ആണ്. പി എന്ന ഔട്ട്സൈഡിലെ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരച്ചു, PA PB. OA perpendicular to PA, that means angle OAP equal to 90 degree. Similarly, OB perpendicular to PB, so angle OBP equal to 90 degree. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിയല്ലേ? ഇനി നോക്കൂ, ഇവിടെ നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത് OAPB എന്ന ക്വാഡ്രിലാറ്ററലാണ്. ഈ ക്വാഡ്രിലാറ്ററിന് 4 സൈഡ്സും 4 ആംഗിൾസും ഉണ്ട്. ഇതിൽ രണ്ട് ആംഗിൾസ് നോക്കുന്ന സമയത്ത് OAP എന്ന ആംഗിളും OBP എന്ന ആംഗിളും 90 ഡിഗ്രീസ് വീതമാണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ എയും ബിയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 90 + 90 180 ഡിഗ്രിയാണ്. നമുക്കറിയാം, ഏതൊരു ക്വാഡ്രിലാറ്റർ എടുത്താലും ആ ക്വാഡ്രിലാറ്ററൽസിന്റെ എല്ലാം ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്നുള്ളത്. അതായത് OAPB എന്ന 4 ആംഗിൾസിന്റെ സം 360 ഡിഗ്രി കിട്ടണം. ഇവിടെ എയും ബിയും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആകുമ്പോൾ ഇവിടെ മേക്ക് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി വീതമാണ്. അതായത് A + B, ആംഗിൾ A + ആംഗിൾ B എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ടോട്ടൽ ആംഗിൾ സം 360 ഡിഗ്രിയും ഈ രണ്ട് ആംഗിൾ സം 180 ഡിഗ്രിയും ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസിന്റെ സം എന്തായിരിക്കും? തീർച്ചയായും 360 - 180 ഡിഗ്രി തന്നെ ആയിരിക്കും. അതായത് ഓയും പിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ശരിയല്ലേ? അതായത് ആംഗിൾ O + ആംഗിൾ A + ആംഗിൾ P + ആംഗിൾ B ഈക്വൽ ടു 360 ഡിഗ്രി. We know angle A + angle B equal to 180 degree. So angle O + angle P equal to 180 degree ആണ് എന്ന് കിട്ടി. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ് എന്നുള്ളതിനർത്ഥം ഈ ക്വാഡ്രിലാറ്റർ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് പറയാം. അതായത് സർക്കിളിന്റെ സെന്റർ ക്വാഡ്രിലാറ്ററിലെ ഒരു പോയിന്റ് ആക്കി എടുത്തുകൊണ്ട് ഈ 4 പോയിന്റ്സിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്വാഡ്രിലാറ്ററൽ OAPB എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് പറയാം. സെക്കൻഡ് ചാപ്റ്ററായ സർക്കിളിൽ നാം ഡിസ്കസ് ചെയ്തിരുന്നു, ക്വാഡ്രിലാറ്ററിലെ 4 പോയിന്റ്സ് ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആണ് എങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ OAPB എന്ന ഈ 4 പോയിന്റ്സിനെ ഓൺ ദ സർക്കിളിലാക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം OAPB എന്നുള്ളത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നുള്ളത്.
സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് ആംഗിൾ സം 180 ഡിഗ്രി ആണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ എയും ബിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആണ്. അതായത് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു, ടാൻജന്റുമായി റേഡിയൻ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ആംഗിൾ സം 180 ഡിഗ്രി, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ടോട്ടൽ ആംഗിൾ സം 360 ഡിഗ്രി ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഒയും പിയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതും 180 ഡിഗ്രി തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ 60 അല്ലെങ്കിൽ 70 തരികയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ സം 180 ഡിഗ്രി, സോ 180 മൈനസ് 60 ആയിരിക്കണം ഈ ആംഗിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി വീതവും ബാക്കി രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ ഇപ്പോൾ 100 ഡിഗ്രി ആണ് എന്ന് തരികയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? യെസ്, 80 ഡിഗ്രി ആയിരിക്കും. 100 പ്ലസ് 80 എന്നുള്ളത് 180 ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ തരികയാണെങ്കിൽ നമുക്ക് മറ്റ് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി വീതവും ആയിരിക്കും. ഓക്കെ, സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്നുള്ള പോയിന്റാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കൺസ്ട്രക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റേഴ്സ്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40 degree, 60 degree, 80 degree with all its sides touching the circle. അതായത് 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചതിന് ശേഷം 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി ആംഗിൾ മെഷർമെൻറ്റ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് സർക്കിളിലെ 3 പോയിൻറ്റ്സിനെ ടച്ച് ചെയ്ത് വരത്തക്ക രീതിയിൽ വരയ്ക്കുകയും വേണം. ഓക്കെ, ആദ്യമായി നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. സർക്കിൾ വരച്ചു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സർക്കിളിലെ 3 പോയിൻറ്റ്സിനെയും ടച്ച് ചെയ്ത് വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം എന്നുള്ളതാണ്. സർക്കിളിലെ 3 പോയിൻറ്റ്സിനെയും ടച്ച് ചെയ്ത് വരുന്ന ഒരു ട്രയാങ്കിൾ ഈ ഫോമാറ്റിലാണ് വരിക. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരുന്നത്. അതായത് ട്രയാങ്കിളിന് സർക്കിൾ വരത്തക്ക രീതിയിലുള്ള ഒരു ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ടാവും. ആ ഫിഗർ നമ്മൾ വരച്ചത് എങ്ങനെയാണ്? ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കും. ആ ട്രയാങ്കിളിന് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കും. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എല്ലാം ഒരു പോയിന്റിൽ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിനെ സർക്കിളിൻ്റെ സെൻറ്ററാക്കി എടുത്തുകൊണ്ട് അതിലൂടെയാണ് നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ട്രയാങ്കിളിലെ 3 വെർട്ടിസസിലൂടെയും പാസ് ചെയ്ത് പോകുന്ന സർക്കിൾ, ദാറ്റ് മീൻസ് സർക്കിളായിരുന്നു. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 40, 60, 80 ഡിഗ്രി ട്രയാങ്കിൾ ആംഗിൾസ് ആയിരിക്കണം. ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും സർക്കിളിനെ ടച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിസസ് സർക്കിളിൽ ആവണം, ദാറ്റ് മീൻസ് ഓൺ ദ സർക്കിളിൽ ആവണം എന്നുള്ളതല്ല, സൈഡ്സ് ആയിരിക്കണം ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സൈഡ്സ് ടച്ച് ചെയ്യുന്ന സമയത്ത് ടാൻജൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ പഠിച്ചു സെൻറ്ററിൽ നിന്ന് ടാൻജൻറ്റിലേക്ക്, ദാറ്റ് മീൻസ് മീറ്റ് ചെയ്ത പോയിന്റിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ദാറ്റ് മീൻസ് OABC എന്ന് ഈ ട്രയാങ്കിളിനെ നെയിം ചെയ്താൽ മീറ്റിംഗ് പോയിൻറ്റ്സിനെ PQR എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ORBP എന്നുള്ളത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. ആ ക്വാഡ്രിലാറ്ററലിനെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താ?
ബി എന്നുള്ളത് സർക്കിളിൻ്റെ ഔട്ട്സൈഡിലുള്ള പോയിൻ്റാണ്. ഔട്ട്സൈഡിലെ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ച 2 ടാൻജൻസ് ആണ് ഇത്, ബി ആറും ബി പിയും. റേഡിയസ് ഒ ആർ ബി ആർ എന്ന ടാൻജൻറ്റുമായി മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഒ പി എന്ന റേഡിയസ് ബി പി എന്ന ടാൻജൻറ്റുമായി മേക്ക് ചെയ്ത ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ബി പി ഈക്വൽ ടു ബി ആർ ആണ്, ടാൻജൻസിന് സെയിം ലെങ്ത് ആണ്. അതേപോലെ തന്നെ ഒ പി ഈക്വൽ ടു ഒ ആർ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് 90 + 90 180 ഡിഗ്രി ആണെന്ന് കിട്ടും. ക്വാഡ്രിലാറ്ററൽ ആംഗിൾ സം 360 ആയതുകൊണ്ട് തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഒ എന്ന് പറയുന്നതും 180 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? 360 മൈനസ് 180 ഡിഗ്രി ആണെന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്രയാണോ അത് അറിയാം എന്നുണ്ടെങ്കിൽ 180 മൈനസ് ഓഫ് ഈ ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 40, 60, 80 ഡിഗ്രിയാണ് ട്രയാങ്കിൾ ആംഗിൾ മെഷർമെൻറ്റ്സ്. അപ്പോൾ എ ബി സി ഓർഡറിൽ 40, 60, 80 ഡിഗ്രി എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 60യും ഈ ആംഗിൾ ഒയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് എന്താ? 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ആംഗിൾ ബി 60 ആണെങ്കിൽ ആംഗിൾ ഒ എന്ന് പറയുന്നത് 180 മൈനസ് 60 ദാറ്റ് ഈസ് 120 ഡിഗ്രി. അതേപോലെ തന്നെ ആംഗിൾ സി 80 ആണെങ്കിൽ 180 മൈനസ് 80 ദാറ്റ് ഈസ് 100 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ബി ആർ ഒ പി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൽ സെയിം ഫോമാറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്, സി ആർ ഒ ക്യു ക്വാഡ്രിലാറ്ററൽ. സോ ടാൻജൻറ്റും റേഡിയസും തമ്മിൽ മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രി, ദാറ്റ് മീൻസ് ആംഗിൾ ആർ 90 ഡിഗ്രിയും ആംഗിൾ ക്യൂ 90 ഡിഗ്രിയും ആകുമ്പോൾ ക്വാഡ്രിലാറ്ററൽ ആംഗിൾ സം 360 ഡിഗ്രിയിൽ നിന്ന് 90 + 90 ദാറ്റ് മീൻസ് 180 ഡിഗ്രി പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് മീൻസ് ആംഗിൾ സി 80 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഒ എന്ന് പറയുന്നത് 180 മൈനസ് 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. Similarly, we can say POQA is a quadrilateral. So, angle P and angle Q is equal to 90 degree. That means angle P plus angle Q is equal to 180 degree. Quadrilateral angle sum 360 degree. So, angle O plus angle A is equal to 180 degree. So, angle A 40 degree എന്നുള്ളതിൻ്റെ അർത്ഥം ആംഗിൾ O is equal to 180 minus 40 that is equal to 140 degree. അതായത് ഒരു O എന്ന പോയിന്റിന് ചുറ്റുമുള്ള 3 ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് 100, 140, 120. Angles around a point 360 degree. That means 100 plus 140 plus 120 360 degree ആണ് കിട്ടി. അപ്പോൾ ഇതേപോലുള്ള ഒരു പിക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസറായി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ റഫ് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ റഫ് ഫിഗർ നമ്മൾ വരച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് 2.5 ആക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. നമുക്കൊരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് വേണ്ടത് 120 ഡിഗ്രിയും 100ഉം 140 ഉള്ള 3 ആംഗിൾസ് ആയിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു റേഡിയസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 100 ഡിഗ്രിയും 140യും 120 മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 100 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് സൈഡിലാണ് ലൈൻ ഉള്ളത്. സോ റൈറ്റ് സൈഡിൽ 0 എടുക്കുന്ന സമയത്ത് 100 ഡിഗ്രി കിട്ടി. സോ 100 ജോയിൻ ചെയ്യാം. ദെൻ ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇനി നമുക്ക് വരയ്ക്കേണ്ടത് 140 ഡിഗ്രിയാണ്. സോ പ്രൊട്രാക്ടറിൽ നമ്മൾ 140 ഡിഗ്രി എടുക്കുകയാണ്. 0 to 1
40 ഡിഗ്രി. ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ആംഗിൾ 140 ഡിഗ്രി ആണെന്ന് കിട്ടും. തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് തീർച്ചയായും അപ്പോൾ 120 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. യെസ്, 120 ഡിഗ്രി ഉണ്ട്. ദെൻ 3 ആംഗിൾസ് 120 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതിലൂടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. നെയിം ചെയ്യാം നമുക്ക് ആദ്യം. പി, ക്യു, ആർ 3 പോയിൻറ്റ്സ്. ഈ പിയിലൂടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. അപ്പോൾ പിയിൽ മാത്രം ടച്ച് ചെയ്യുന്ന ഒരു ലൈനാണ് നമുക്ക് വേണ്ടത്. വരയ്ക്കുന്നു. ദെൻ ക്യൂയിലൂടെ മാത്രം പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ വേണം. അത് നമ്മൾ വരയ്ക്കുന്നു. ദെൻ ആറിലൂടെ മാത്രം പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ് നെക്സ്റ്റ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു ഫോമാറ്റിലാണ്. ഓക്കെ, ഇനി ട്രയാങ്കിളിനെ നെയിം ചെയ്യാം. എ ബി സി. ട്രയാങ്കിൾ എ ബി സി. ഇവിടെ നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്നത് 140യുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ, ദാറ്റ് ഈസ് 40 ഡിഗ്രിയാണ്. സോ 40 ഡിഗ്രി എന്ന് കൊടുക്കാം. ദെൻ ബി എന്ന് പറയുന്നത് 120യുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന 60 ഡിഗ്രി. ദെൻ സി എന്നത് 100ൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന 80 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 40യുടെ 40, 60, 80 ദാറ്റ് ഈസ് 180 ഡിഗ്രി. ട്രയാങ്കിൾ ആംഗിൾസും 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. ദെൻ 120, 100, 140 ആംഗിൾസ് അറൗണ്ട് 0.360 ആവുന്നുണ്ട്. ഇനി കോഡലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസും 180 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 60 + 120 180, 80 + 100 180, 40 + 140 180. ഓക്കെ, ഇപ്പോൾ ഒരു 2.5 സെൻറ്റിമീറ്റർ റേഡിയസുള്ള ഒരു സർക്കിൾ വരച്ച് ഒരു ട്രയാങ്കിൾ 40, 60, 80 ഡിഗ്രി മെഷർമെൻറ്റ്സ് ഉള്ളത് വരച്ചു. അതിനുശേഷം ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് സർക്കിളിനെ ടച്ച് ചെയ്ത് വരത്തക്ക രീതിയിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തുകൊണ്ട് വരച്ചു. ഓക്കെ, ക്ലിയർ ആയില്ലേ? Next question. In the picture, the small triangle is equilateral. The sides of the larger triangle are tangents to the circumcircle of the small triangle at its vertices. Prove that the larger triangle is also equilateral and its sides are double those of the small triangle. അതായത് സ്മോൾ ട്രയാങ്കിളിന്റെ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ ടാൻജൻസ് ആയി കിടക്കുന്നതാണ് ലാർജർ ട്രയാങ്കിൾ. സ്മോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈക്വലാറ്ററൽ ആണ്. ദെൻ ഈക്വലാറ്ററലിലൂടെ ഒരു സർക്കിൾ വരച്ചു. സർക്കിളിന് ടാൻജൻസ് വരച്ച് ആ ടാൻജൻസ് ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് ഒരു ലാർജർ ട്രയാങ്കിൾ ആണ്. ദെൻ ഉള്ളിലുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലാർജർ ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ആണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല സ്മോൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്താണോ ആ സൈഡ്സിന്റെ ഡബിൾ ആയിരിക്കണം ലാർജ് ട്രയാങ്കിളിന്റെ സൈഡ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും. സ്മോൾ ട്രയാങ്കിൾ ഉണ്ട്, ഇതൊരു ഈക്വലാറ്ററൽ ആണ്. ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന് ഒരു സർക്കിൾ വരച്ചു. സർക്കിളിലൂടെ ടാൻജൻസ് വരച്ച് ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് ഒരു ലാർജ് ട്രയാങ്കിൾ ആണ്. പ്രൂവ് ചെയ്യേണ്ടത് ലാർജ് ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ആണ് എന്നുള്ളതും അതിനോടൊപ്പം തന്നെ സ്മോൾ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ഡബിൾ ആയിരിക്കണം ലാർജ് ട്രയാങ്കിളിന്റെ സൈഡ്സ്. ഓക്കെ, ആദ്യമായിട്ട് സർക്കിളിന്റെ സെന്റർ നോക്കാം. സ്മോൾ ട്രയാങ്കിളിന് നെയിം ചെയ്യാം ABC. സെന്റർ ഓയിൽ നിന്ന് എയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ OA എന്നുള്ളത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അതേപോലെ OBയും സർക്കിളിന്റെ റേഡിയസ് ആണ്. OCയും സർക്കിളിന്റെ റേഡിയസ് ആണ്. നമുക്കറിയാം ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം എത്ര റേഡിയസ് വരച്ചാലും ആ റേഡിയസ് എല്ലാം ഈക്വൽ ആണ് എന്നുള്ളത്. സോ OA = OB = OC. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ ട്രയാങ്കിൾ ABC ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്നുള്ളതിനർത്ഥം
എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി ആണ്. ദെൻ ആംഗിൾസും ഈക്വൽ ആണ്. സോ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. സോ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രിയോട് ഈക്വൽ ആണ്. ഓയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആംഗിൾ എ ബൈസെക്ട് ചെയ്യണം ആ ലൈൻ പോയിട്ട്. ദാറ്റ് മീൻസ് എ 60 ഡിഗ്രിയെ ഓയിൽ നിന്ന് ഒരു ലൈൻ യൂസ് ചെയ്ത് ബൈസെക്ട് ചെയ്തപ്പോൾ 60 ഡിഗ്രി രണ്ട് ഈക്വൽ ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പെട്ടു. ദാറ്റ് മീൻസ് 30 ഡിഗ്രി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും. അതേപോലെ തന്നെ ഓയിൽ നിന്ന് ബിയിലേക്ക് വരച്ചപ്പോഴും ബി 60 ഡിഗ്രിയാണ്, രണ്ട് ആംഗിൾസ് ആയി സ്പ്ലിറ്റ് ചെയ്തു 30. ഇവിടെയും അതുപോലെ 30 രണ്ട് ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രിയാണ്. സോ ഒ എ സി എന്ന ഈ ട്രയാങ്കിൾ ആംഗിൾ സമം 180 ഡിഗ്രി ആയിരിക്കും. രണ്ട് ആംഗിൾസ് 30 ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 30 പ്ലസ് 30, ദാറ്റ് ഈസ് 180 മൈനസ് 60 ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. സോ ഈ ആംഗിൾ 120 ആണെന്ന് കിട്ടി. ഇനി ഒ ബി സി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലും അവിടെയും സംഭവിക്കുന്നത് എന്ത് തന്നെയായിരിക്കും? ട്രയാങ്കിൾ ആംഗിൾസ് 180 ഡിഗ്രിയാണ്, രണ്ട് ആംഗിൾസ് 30 ഡിഗ്രി വീതമാണെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. സിമിലർലി ഒ എ ബി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലും രണ്ട് ആംഗിൾസ് 30 ഡിഗ്രി വീതം ആയതുകൊണ്ട് മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി തന്നെ ആയിരിക്കും. ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് 360 ഡിഗ്രിയാണ്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള എല്ലാ ആംഗിൾസിന്റെയും സമ്മ 360 ആണ്. ദാറ്റ് മീൻസ് 120 പ്ലസ് 120 പ്ലസ് 120 360 ഡിഗ്രി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ട്രയാങ്കിൾ എ ബി സി ഈക്വലാറ്ററൽ ആണ്. അത് എഗെയിൻ മൂന്ന് ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അവിടെ എല്ലാം ആംഗിൾസും സൈഡ്സും നമ്മൾ പഠിച്ചു. ഒ എ ഒ ബി ഒ സി എന്ന മൂന്ന് സൈഡ്സ് ഈക്വൽ ആണ്. എ ബി ബി സി എ സി എന്ന സൈഡ്സും ഈക്വൽ ആണ്. ആംഗിൾസിന്റെ സ്പെഷ്യാലിറ്റീസും കണ്ടു. ശരിയല്ലേ? ഇനി നമുക്ക് എടുക്കേണ്ടത് പുറത്തുള്ള ദാറ്റ് മീൻസ് പി ക്യു ആർ എന്നുള്ള ടാൻജൻസ് യൂസ് ചെയ്ത് മേക്ക് ചെയ്ത ലാർജ് ട്രയാങ്കിൾ പി ക്യു ആർ കൺസിഡർ ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഒ ബി ആർ സി എന്ന ക്വാഡ്രിലാറ്ററൽ കാണാം. ഈ ക്വാഡ്രിലാറ്ററലിൽ പറഞ്ഞു ആർ എന്നുള്ള ഔട്ട്സൈഡിലുള്ള പോയിന്റിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻസ് ആണ് ആർ ബിയും ആർ സിയും. അതുകൊണ്ട് തന്നെ ഇവിടെ മേക്ക് ചെയ്ത റേഡിയസ് ഒ സിയുമായി മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രി വീതമാണ്. ഒ ബിയുമായി മേക്ക് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി വീതമായിരിക്കും. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയതുകൊണ്ട് ഈ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായും നാലാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ശരിയല്ലേ? 120 പ്ലസ് 60 180 ഡിഗ്രി, 90 പ്ലസ് 90 180 ഡിഗ്രി സപ്ലിമെന്ററി ആണ്. ദെൻ രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാം. ഒ എ സി ക്യു. സി ഒ എ ക്യു എന്ന ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുമ്പോഴും റേഡിയസും ടാൻജന്റുമായി മേക്ക് ചെയ്ത ആംഗിൾസ് 90 ആണ്. റേഡിയസും ടാൻജന്റുമായി മേക്ക് ചെയ്ത ആംഗിളും 90 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി തന്നെ ആയിരിക്കില്ലേ? സിമിലർലി നമുക്ക് പറയാം ബി ഒ എ പി എന്ന ലെഫ്റ്റിലെ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആംഗിൾ പി എന്ന് പറയുന്നത് 60 തന്നെ ആയിരിക്കും. കാരണം ഓയിൽ മേക്ക് ചെയ്ത ആംഗിൾ 120 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി കിട്ടണം എന്നുള്ളത് കൊണ്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതായത് ട്രയാങ്കിൾ പി ക്യു ആറിലെ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രി വീതമാണ് എന്ന് കിട്ടി. ഒരു ട്രയാങ്കിളിലെ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ഈ ട്രയാങ്കിളിന് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ട്രയാങ്കിളിന്റെ സൈഡിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ട്രയാങ്കിൾ എ ബി സിയുടെ മൂന്ന് സൈഡ്സും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. ഈ എ ബി സിയുടെ ഡബിൾ ആയിരിക്കണം പി ക്യു ആറിന്റെ സൈഡ്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ പി ക്യു ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഔട്ട്സൈഡിലെ പോയിന്റ്സ് ആണ്. ഇതിൽ നിന്ന് വരച്ച ടാൻജൻസ് കൊണ്ട് മേക്ക് ചെയ്ത ട്രയാങ്കിൾ ആണ് പി ക്യു ആർ എന്ന് പറഞ്ഞു. അതായത് പി എന്ന ഔട്ട്സൈഡിലെ പോയിന്റിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻസ് പി എ പി ബി.
ആറിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻസ് ആർ സി ആർ ബി, ക്യൂയിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻസ് ക്യൂ സി ക്യൂ എ. പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാൻജൻസ് വരയ്ക്കാമെന്നും ആ ടാൻജൻസിന്റെ ലെങ്ത് ഈക്വൽ ആണ് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പി എന്ന പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരച്ചു, പി എ പി ബി, ആ രണ്ട് ലെങ്തും ഈക്വൽ ആയിരിക്കും. സിമിലർലി ആറിൽ നിന്ന് വരച്ച രണ്ട് സൈഡ്സ് ആർ സി ആർ ബി എന്ന ടാൻജൻസ് ഈക്വൽ ആണ്. ക്യൂവിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻസ് ക്യൂ സി ക്യൂ എ ഈക്വൽ ആണ്. പി ആർ എന്ന് പറയുന്ന സൈഡ് പി ബി ബി ആർ എന്ന് പറയുന്നതിനോട് ഈക്വൽ ആണ്. ക്യൂ ആർ എന്ന് പറയുന്നത് ആർ സി പ്ലസ് ക്യൂ സിയോട് ഈക്വൽ ആണ്. പി ക്യൂ എന്ന് പറയുന്നത് പി എ പ്ലസ് എ ക്യൂയോട് ഈക്വൽ ആണ്. അതായത് പി ബി ഈക്വൽ ടു പി എ ഈക്വൽ ടു എ ബി ആണ് എന്നും ആർ ബി ഈക്വൽ ടു ആർ സി ഈക്വൽ ടു ബി സി ആണ് എന്നും അതേപോലെ തന്നെ ക്യൂ സി ഈക്വൽ ടു ക്യൂ എ ഈക്വൽ ടു സി എ ആണ് എന്നുമാണ് നമുക്ക് കിട്ടിയത്. ഇതിനർത്ഥം പി ബി പ്ലസ് ബി ആർ എന്ന് പറയുന്നതാണ് പി ആർ എങ്കിൽ ഈ മൂന്ന് സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് പി ബിക്ക് പകരമായി എ ബി എന്ന സ്മോൾ ട്രയാങ്കിളിന്റെ സൈഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ബി ആറിന് പകരമായി ബി സി എന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഉള്ളിലുള്ള ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ആണ്, മൂന്ന് സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് പി ബിക്ക് പകരമായി എ ബി കൊടുക്കുമ്പോൾ ബി ആറിന് പകരമായി ബി സി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ഉള്ളിലുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എത്രയാണോ അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് പുറത്തുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ഉള്ളിലുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന്റെ 2 ടൈംസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പുറത്തുള്ള ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വലാറ്ററൽ ആണ് എന്നുള്ളതാണ്. മൂന്ന് ആംഗിൾസ് 60 ഡിഗ്രി ആണ് എന്നുള്ളതിനർത്ഥം ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വലാറ്ററൽ ആണ് എന്ന് കിട്ടി. ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഉള്ളിലുള്ള ട്രയാങ്കിൾ എ ബി സി ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സൈഡിന്റെ 2 ടൈംസ്, ദാറ്റ് മീൻസ് ഡബിൾ ആയിരിക്കണം പുറത്തുള്ള പി ക്യു ആർ ട്രയാങ്കിളിന്റെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സ്. സോ 2 ടൈംസ് ആണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനർത്ഥം ട്രയാങ്കിൾ എ ബി സിയുടെ സൈഡ്സിന്റെ ഡബിൾ ആണ് ട്രയാങ്കിൾ പി ക്യു ആറിന്റെ സൈഡ്സ് എന്ന് കിട്ടി. സോ ഹെൻസ് ദ പ്രൂഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പിക്ചർ ഷോസ് ദ ടാൻജൻസ് അറ്റ് 2 points on a circle and the radius through the points of contact. First question, prove that the tangents have the same length. Second one, prove that the line joining the center and the point where the tangents meet bisect the angle between the radii. Third one, prove that this line is the perpendicular bisector of the chord joining the points of contact. അതായത് ഇവിടെ സർക്കിളിന്റെ സെന്റർ ഓ തന്നിട്ടുണ്ട്. എ ബി എന്നുള്ളത് സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആണ്. പി എന്നുള്ളത് സർക്കിളിലെ ഔട്ട്സൈഡിലെ പോയിന്റ് ആണ് എങ്കിൽ പിയിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻസ് ആണ് പി എ പി ബി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി എ ഈക്വൽ ടു പി ബി എന്നുള്ളതാണ്. ഇതിനായിട്ട് ഓയും പിയും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഒ എ ഒ ബി എന്നുള്ളത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് എന്നുള്ളത്. ഒ എ ഈക്വൽ ടു ഒ ബി ആണ് എന്നും നമുക്കറിയാം. ശരിയല്ലേ? ഇവിടെ എയിലും ബിയിലും മേക്ക് ചെയ്ത ആംഗിൾസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്നും നമുക്കറിയാം. എന്താണ് അതിന് റീസൺ വരിക? ഓയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ സർക്കിളിന്റെ റേഡിയസ്. പിയിൽ നിന്ന് ബിയിലേക്ക് വരച്ച ലൈൻ എന്ന് പറയുന്ന സർക്കിളിന്റെ ടാൻജന്റ് ആണ്. റേഡിയസും ടാൻജന്റും കൂടി മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ റേഡിയസും ടാൻജന്റും കൂടി മേക്ക് ചെയ്ത ഒ എ പി എ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ മേക്ക് ചെയ്ത ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും.
ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടി. ട്രയാങ്കിൾ PAO ആൻഡ് ട്രയാങ്കിൾ PBO. ഈ രണ്ട് ട്രയാങ്കിൾസും റൈറ്റ് ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞു. എല്ലാ റൈറ്റ് ട്രയാങ്കിൾസും പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ്. സോ പൈതഗോറസ് തിയറം പറയുന്നത് എങ്ങനെയാണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതായത് OP സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ ദാറ്റ് ഈസ് PA സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ OA സ്ക്വയർ. ഓക്കെ, hypotenuse square is equal to base square plus altitude square. ഇതേപോലെ തന്നെ സെക്കൻഡ് ട്രയാങ്കിൾ PBO കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് പറയാം hypotenuse square OP square is equal to base square PB square plus altitude square BO square. ശരിയല്ലേ? ഇവിടെ OP സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതായത് ഈ രണ്ട് ഇക്വേഷനെയും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇക്വേഷൻസിനെയും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് PA സ്ക്വയർ പ്ലസ് OA സ്ക്വയർ ഇസ് ഈക്വൽ ടു PB സ്ക്വയർ പ്ലസ് BO സ്ക്വയർ എന്നാണ്. PA സ്ക്വയർ പ്ലസ് OA സ്ക്വയർ ഈക്വൽ ടു PB സ്ക്വയർ പ്ലസ് OB സ്ക്വയർ അല്ലെങ്കിൽ BO സ്ക്വയർ. OA OB എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസ് ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ റേഡിയസിന്റെ സ്ക്വയേഴ്സും ഈക്വൽ ആയിരിക്കും. അതായത് PA ഓട് ആഡ് ചെയ്യുന്ന OA തന്നെയാണ് PB ഓട് ആഡ് ചെയ്യുന്ന OB അല്ലെങ്കിൽ OA. സോ ഈക്വൽ സിമ്പലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് PA സ്ക്വയർ ഇസ് ഈക്വൽ ടു PB സ്ക്വയർ. PA square is equal to PB square, so PA equal to PB. PAയും PBയും ഈക്വൽ ആണ് എന്നുള്ളതിന്റെ അർത്ഥം സർക്കിളിന്റെ രണ്ട് ടാൻജൻസും ഈക്വൽ ആണ് എന്നുള്ളതാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ടാൻജൻസിനും ഈക്വൽ ലെങ്ത് ആണ് എന്നുള്ളതാണ്. സോ PA equal to PB. ഇനി അടുത്തതായി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് രണ്ട് ടാൻജൻസ് തമ്മിൽ മേറ്റ് ചെയ്ത പോയിന്റ് Pയിൽ മേക്ക് ചെയ്ത ആംഗിൾ ആണ് APB. അതേപോലെ തന്നെ രണ്ട് റേഡിയസ് തമ്മിൽ മേക്ക് ചെയ്ത ആംഗിൾ ആണ് AOB. AOBയിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ APBയിൽ മേക്ക് ചെയ്ത ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. അതായത് Oയിൽ നിന്ന് വരച്ച ലൈൻ OP ലൈൻ APB എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് പറയാം OA ഈക്വൽ ടു OB ആണ്. അതേപോലെ തന്നെ PA ഈക്വൽ ടു PB, കോഴ്സിന് സെയിം ലെങ്ത് ആണ്. ദെൻ PO ഈക്വൽ ടു PO, കോമൺ സൈഡ് ആണ്. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആയിരിക്കും. അതായത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. അതേപോലെ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. സിമിലർലി OBക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും OAക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളതിന്റെ അർത്ഥം APB എന്ന ലാർജ് ആംഗിൾ രണ്ട് ഈക്വൽ ആംഗിൾസ് ആയി സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ഇതിനർത്ഥം Oയിൽ നിന്ന് വരച്ച ലൈൻ OP എന്നുള്ളത് APB എന്ന ആംഗിളിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബൈസെക്ട് ചെയ്യുന്നു. സോ ആംഗിൾ APB ബൈസെക്ട് യൂസിങ് OP ലൈൻ. OP ലൈൻ യൂസ് ചെയ്തുകൊണ്ട് APB എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി ഔട്ട്സൈഡിലെ പോയിന്റ് ആയ Pയിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ച രണ്ട് ടാൻജൻസ് ആണ് PA PB.
ഈ ടാൻജൻസ് സർക്കിളുമായി മീറ്റ് ചെയ്ത പോയിന്റ്സ് എയും ബിയും യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എ ബി എന്ന കോഡ് നമുക്ക് കിട്ടും. ഈ എ ബി കോഡ് പി ഒ എന്ന് പറയുന്ന ലൈനുമായി പെർപെൻഡിക്കുലർ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഔട്ട്സൈഡിലെ പോയിന്റ് ആയ പിയും സെന്ററും കൂടി മേക്ക് ചെയ്ത ലൈൻ പി ഒ പെർപെൻഡിക്കുലർ ടു എ ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. എ ഒ എം എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ദെൻ ബി ഒ എം എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാങ്കിൾ പി എ ഒ എം, ട്രയാങ്കിൾ പി ബി ഒ എം ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പി ഒ എ എന്ന ഈ ആംഗിളും പി ഒ ബി എന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. ഒ എ ഈക്വൽ ടു ഒ ബി യും പി ഒ എ ഈക്വൽ ടു പി ഒ ബി യുമാണ് എന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾസിലും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് ഒ എം. ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് കിട്ടി. ഒ എ ഈക്വൽ ടു ഒ ബി, ഒ എം ഈക്വൽ ടു ഒ എം. ഒരു ആംഗിളും ഈക്വൽ ആണ് എന്ന് കിട്ടി. പി ഒ എയും പി ഒ ബിയും ഈക്വൽ ആണ്. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഈക്വൽ ആയിരിക്കും. സോ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് എ എം, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് ബി എം. എ എം ഈക്വൽ ടു ബി എം എന്നാണ് നമുക്കിന്ന് മനസ്സിലാവുന്നത്. എ ബി ലൈനിനെ രണ്ട് സൈഡ് സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് എ എം ബി എം ആ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണ് എന്ന് കിട്ടി. ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം പി ഒ എന്ന് പറയുന്ന ഈ ലൈൻ എ ബി ലൈനിന് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളതല്ലേ. ഒരു ലൈൻ വേറൊരു ലൈനിൽ പോയി ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അതിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ലൈൻ അതിൻ്റെ പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്ക് പറയാം. എന്ന് മാത്രമല്ല അവിടെ മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ എ എം ഈക്വൽ ടു ബി എം എന്നുള്ളതിനർത്ഥം എ ബി പെർപെൻഡിക്കുലർ ടു പി ഒ ആണ്. ഓൾസോ എ എം ഒ ഈക്വൽ ടു ബി എം ഒ ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ പി ഒ ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി എന്നുള്ളതാണ്. സോ ഹെൻസ് ദ പ്രൂഫ്. Okay, thank you.